പൊതുസമൂഹത്തെ ആകമാനം ഞെട്ടിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യുന്ന ചില വാർത്തകളാണ് ഇന്നും ഇന്നലെയുമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോട്ടയത്തെ ഒരു നഴ്സിംഗ് കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥികളെ അതിക്രൂരമായി റാഗിങ്ങിൻ്റെ പേരിൽ മർദ്ദിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും കോമ്പസ് ഉപയോഗിച്ച് പുറമാകെ വരഞ്ഞു കീറുകയും ചെയ്ത ഒരു സംഭവമാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 3-ാം വർഷ വിദ്യാർത്ഥികൾ 1-ാം വർഷ വിദ്യാർത്ഥികളെ കഴിഞ്ഞ 3 വർഷമായി ഹോസ്റ്റലിൽ ഈ റാഗിങ്ങിൻ്റെ പേരിൽ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതല്ല. നവംബറിൽ 1-ാം വർഷ ക്ലാസ്സുകൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഈ ജൂനിയർ വിദ്യാർത്ഥികൾ ഇത് സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർ എന്തോ ഭയന്ന് ആരോടും പരാതിപ്പെടാൻ ധൈര്യപ്പെട്ടില്ല. അവർ നിശബ്ദരായി ഈ 3 മാസം ഇത് സഹിച്ചുകൊണ്ട് അവിടെ കഴിയുകയായിരുന്നു. എന്നാൽ സഹികെട്ടപ്പോൾ ഈ പീഡനം അതിക്രൂരമായപ്പോൾ കാപാലികം എന്ന് പറയട്ടെ, പൈശാചികം എന്ന് പറയട്ടെ, മൃഗീയം എന്ന് പറഞ്ഞിട്ട് ഈ വാക്കുകൾ കൊണ്ടൊന്നും നിർവചിക്കാൻ കഴിയാത്ത തരത്തിൽ, മൃഗങ്ങളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അവിടുത്തെ സീനിയർ വിദ്യാർത്ഥികൾ ഈ കൊച്ചുകുട്ടികളെ കഠിനമായി ഉപദ്രവിച്ചുകൊണ്ടിരുന്നതിൻ്റെ ചിത്രങ്ങൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. മനുഷ്യ മനസാക്ഷി ഞെട്ടി തകർന്നിരിക്കുകയാണ്. 18ഉം 20ഉം വയസ്സായിട്ടുള്ള ചെറിയ കുട്ടികൾ ഈ തരത്തിലുള്ള പീഡനത്തിന് വിധേയമായി ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള അവസ്ഥ എന്താണെന്നുള്ളത് ആരെയും ദുഃഖിപ്പിക്കുന്നതാണ്, വേദനിപ്പിക്കുന്നതാണ്. അതിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ ആരായാലും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകും. ഈ കുട്ടികൾ നിലവിളിക്കുകയാണ്. ഈ സീനിയർ വിദ്യാർത്ഥികൾ ചവിട്ടുകയും തൊഴിക്കുകയും ദേഹത്തെ മുറിവേൽപ്പിച്ചിട്ട് അതിൻ്റെ പുറത്ത് ലോഷൻ ഒഴിക്കുകയും വായിൽ ഫേസ് ക്രീം ഒഴിച്ച് അവരെ ഉപദ്രവിക്കുകയും അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന ഡംബൽസൊക്കെ കെട്ടിത്തൂക്കുകയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്ത് ഒരിടത്തും കേട്ടുകേഴ്വിയില്ലാത്ത സംഭവങ്ങളാണ്. ഹിറ്റ്ലറുടെ നാസി ക്യാമ്പ്, കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളതായി ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ കേരളം 1-ാം സ്ഥാനത്ത് ഒരുപാട് മേഖലകൾ നിൽക്കുന്നു എന്നാണ് പിണറായി സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകളെ പോലും കൊണ്ടുവരാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ വളരെ കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ നടക്കുന്ന ഈ തരം കാപാലിക പ്രവർത്തനങ്ങൾ. ഇതിലേറ്റവും വലിയ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ കൃത്യം ചെയ്തതായിട്ടുള്ള സീനിയർ വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ ഭരിക്കുന്ന കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനാ വിഭാഗത്തിൽപ്പെട്ടതാണ്. അതിലൊരാൾ ആ സംഘടനയുടെ പ്രധാന ഒരു നേതാവ് കൂടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഭരിക്കുന്ന കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവാണ് ഈ തരത്തിൽ ജൂനിയർ വിദ്യാർത്ഥികളുടെ വായിൽ കരിയോയിൽ ഒഴിക്കുന്നതും പുറം മുഴുവൻ കോമ്പസ് വെച്ച് വരഞ്ഞു കീറുന്നതും ചവിട്ടുന്നതും തൊഴിക്കുന്നതും മൃഗീയമായി കൊച്ചുകുട്ടികളെ വേട്ടയാടുന്നതും. അപ്പോൾ അവരേത് സാഹചര്യത്തിലാണ് ഇത് ചെയ്യുന്നതെന്ന് നമ്മൾ കേവലമായി ആലോചിക്കുമ്പോൾ സാധാരണ ബുദ്ധിക്ക് വരുന്ന ഒരു വലിയ നിഗമനം എന്ന് പറയുന്നത് ഈ കൃത്യം ചെയ്തതായിട്ടുള്ള ഈ കാപാലികന്മാരെ സംരക്ഷിക്കുന്ന ഏതോ ശക്തികൾ അവരുടെ പിന്നിലുണ്ട് എന്നാണ്. നമുക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണം. റാഗിങ്ങിന് വിധേയനായി ആ കുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നു. മറ്റൊരു കൂട്ടം ആളുകൾ പറയുന്നു ഈ റാഗിങ്ങിൻ്റെ ഫലമായി ക്രൂരമായി മർദ്ദിച്ച അദ്ദേഹം മരണപ്പെട്ടതാണെന്ന് പറയുന്നു. ഒരു സമയത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങൾ മുഴുവൻ വളരെ കാര്യമായി പുറത്തു കൊണ്ടുവന്ന ആ കഥയിലെ സംഭവങ്ങൾ ഇപ്പോഴും
എവിടെയും എത്താതെ നിൽക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ ദുര്യോഗം. ആ സിദ്ധാർത്ഥൻ നഷ്ടപ്പെട്ടതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ്. അവർക്ക് എന്നേക്കുമായി അവരുടെ മകനെ നഷ്ടപ്പെട്ടു. എന്നാൽ നഷ്ടപ്പെടുത്തുന്നതിന് കാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും സർവതന്ത്ര സ്വതന്ത്രരായി വിരാജിക്കുകയാണ്. അവരുടെ പഠനത്തിന് പോലും ഒരു കുഴപ്പവും സംഭവിച്ചില്ല. താൽക്കാലികമായി അവരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയെങ്കിലും അവർ കോടതി വഴിയായിട്ട് ചില ഉത്തരവുകൾ നേടി അവർ പരീക്ഷ എഴുതി അവർ യാതൊരു തരത്തിലും ഒരു ശിക്ഷയ്ക്കും വിധേയമാകാതെ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെയുള്ള കാബാലിക പ്രവർത്തികൾ, പൈശാചിക പ്രവർത്തികൾ നടത്തിയാലും അവരെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന ഒരു ചിന്തയാണ് ഈ തരത്തിൽ മൃഗീയമായിട്ടുള്ള വേട്ടയാടലിനെ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അതിന് രാഷ്ട്രീയ കക്ഷികൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ ശാപമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആരുടെയും കണ്ണ് നിറയുന്നതായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾ അനുഭവിച്ചതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരക്ഷരം ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഇതിനെതിരായി സംസാരിച്ച് പുറത്തു വന്നിട്ടില്ല. ഈ നഴ്സിംഗ് കോളേജിലെ പ്രധാനപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകളായ പ്രിൻസിപ്പലും ഹോസ്റ്റൽ വാർഡനും നമാ ശിവ എന്നൊരക്ഷരം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്നാം പ്രതി ആ ഹോസ്റ്റലിൻ്റെ വാർഡനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇയാളെ എന്തിനാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇയാൾക്ക് എന്താണ് തൊഴിൽ? ഇയാൾക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇയാൾക്ക് വിദ്യാർത്ഥികളെ ഭയമാണെന്നുണ്ടെങ്കിൽ ഇയാൾ മതിയാക്കി വേറെ പണിക്ക് പോകണം. ഒരു നിമിഷം പോലും ആ വാർഡനെ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല. അയാളുടെ മേൽ അതികർശനമായ നടപടികൾ എടുക്കണം. ഈ കുറ്റകൃത്യങ്ങൾക്ക് പ്രേരിപ്പിച്ച ഒരാളായിട്ട് തന്നെ അയാളെ വിലയിരുത്തണം. അതോടൊപ്പം തന്നെ ആ കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ തീർച്ചയായും ഇതിൻ്റെ പേരിൽ കർശനമായ നടപടികൾ അയാൾക്കെതിരായിട്ടും ഉണ്ടാകണം. ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളെ സുരക്ഷിതമായി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആ ഹോസ്റ്റൽ വാർഡനുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ മേധാവി ആയിരിക്കുന്ന പ്രിൻസിപ്പലിനുണ്ട്. എന്തെങ്കിലും പരാതി ലഭിച്ചാൽ ഉടനടി നടപടിയെടുക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് പ്രിൻസിപ്പലും ഈ വാർഡനുമൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷി സംഘടനാ നേതാക്കന്മാരുടെ മുൻപിൽ ഓച്ഛാനിച്ച് നിൽക്കുകയാണ്, ഒരുപക്ഷെ ഭയന്ന് നിൽക്കുകയാണ്. മദ്യപിച്ചിട്ടാണ്, മദ്യപാനത്ത് കൂടുതൽ പണം സ്വരൂപിക്കുന്നതിന് വേണ്ടി ഈ കുട്ടികളോട്, ഒന്നാം വർഷ വിദ്യാർത്ഥികളോട് ഈ ക്രൂരത നടത്തിയതായിട്ടുള്ള കുട്ടികൾ ബലാത്കാരമായി പണം ചോദിച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഒക്കെ ഒരു താവളമായി കേരളത്തിലെ ഹോസ്റ്റലുകൾ, കോളേജ് ഹോസ്റ്റലുകൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നതും നമുക്ക് ആർക്കും സങ്കല്പിക്കാനാകാത്ത ഒരു സാഹചര്യമാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി? ഇതിൻ്റെ പ്രതിവിധി ക്രൂരമായ ഈ തരം പ്രവർത്തികൾ ചെയ്തവരെ മാതൃകാപരമായി ശിക്ഷിക്കുന്നതിനുള്ള നടപടികൾ ഭരണ സംവിധാനം എടുക്കണം. പോലീസ് വളരെ ശുഷ്കാന്തിയോടെ, ജാഗ്രതയോടെ ഈ കാര്യത്തിൽ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്ന 5 പ്രതികൾ അവരെ കർശനമായി ശിക്ഷയ്ക്ക് വിധേയമാക്കണം. കോളേജിൽ നിന്ന് ഒരു നിമിഷം വൈകാതെ ഇവരെ പുറത്താക്കി ലോക്കപ്പിലിട്ട് ഇവരുടെ കേസ് നടത്തി, പോലീസ് അന്വേഷണം നടത്തി ഇവർ ചെയ്ത പ്രവർത്തികൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ഇവർക്ക് നൽകണം. ഇത് 4-5 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇത് വിസ്മരിച്ചു പോകുന്ന രീതിയിലേക്ക് ഈ കേസ് അന്വേഷണം പോയാൽ കേരളത്തിലെ അസംഘടിതരായിട്ടുള്ള സാധാരണ മാതാപിതാക്കന്മാർ കണ്ണീർ കയത്തിൽ ആണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആരോഗ്യവകുപ്പ് മന്ത്രി അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ആ വകുപ്പിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈ കോളേജിലെ പ്രിൻസിപ്പലിനെയും വാർഡനെയും കർശനമായ നടപടിക്ക് വിധേയമാക്കണം. അവരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം. അടിയന്തരമായ അന്വേഷണം നടത്തണം. പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ കർശനമായി ശിക്ഷിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണം. അതില്ല എന്നുണ്ടെങ്കിൽ കേരളം ഇനിയും ഇതുപോലെയുള്ള ഭ്രാന്താലയമായി മാറും. കേരളത്തിലെ കോളേജുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കാനുണ്ടാവുകയില്ല. ഇപ്പം തന്നെ കേരളത്തിലെ നല്ല ഒരു പങ്ക് വിദ്യാർത്ഥികൾ 12ാം ക്ലാസ് കഴിയുമ്പോൾ പോലും വസ്തു പണയപ്പെടുത്തിയും ആഭരണങ്ങൾ വിറ്റുമൊക്കെ വിദേശ രാജ്യത്തും കേരളത്തിന് പുറത്തേക്ക് ഉന്നത വിദ്യാഭ്യാസം തേടി പോവുകയാണ്. അതിനിടയിലാണ് ഇവിടെ സ്വകാര്യ സർവകലാശാലകൾ, വിദേശ സർവകലാശാലകൾ ഇതൊക്കെ കൊണ്ടുവരാനായിട്ട് നിയമസഭയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആക്രോശിക്കുന്നത്. ഇതാർക്കു വേണ്ടിയാണിത്?
ഇതുപോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഏത് സ്വകാര്യ സർവകലാശാലയാണ് പ്രവർത്തിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത്? വിദ്യാർത്ഥികൾ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെ ചട്ടുകങ്ങളായി മാറിയിരിക്കുന്നു. വിദ്യാർത്ഥി നേതാക്കന്മാർ മദ്യത്തിനും മയക്കുമരുന്നും അടിമകളായി കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മൃഗീയമായി ഉപദ്രവിക്കുകയും ഇടിമുറികളിൽ കയറ്റി അവരെ മർദ്ദിച്ചവശരാക്കുകയും ശരീരത്തിൽ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തെക്കുറിച്ചുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെയുള്ള അഭിപ്രായം, അല്ലെങ്കിൽ സാധാരണ മലയാളികൾക്കുണ്ടാകുന്ന അഭിപ്രായം എന്നത് ആരെയും ചിന്തിപ്പിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അതിക്രൂരമായ, നീചമായ, ഹീനമായ, പൈശാചികമായ ഈ റാഗിങ് എന്നതിൻ്റെ പേരിൽ നടത്തിയതായിട്ടുള്ള ഈ ക്രിമിനൽ കുറ്റങ്ങളെ ശുദ്ധ തെമ്മാടികളായിട്ടുള്ള ഈ കുറ്റവാളികൾ, കുറ്റം ചെയ്തതായിട്ടുള്ളവരെ വിദ്യാർത്ഥികൾ എന്ന് വിളിക്കാൻ തന്നെ പാടാണ്. ഇവന്മാർ തെരുവ് ഗുണ്ടകളെക്കാൾ നീചമായി പെരുമാറിയവരാണ്. അവരെ കർശനമായി കോളേജിൽ നിന്ന് പുറത്താക്കി ഈ നിയമപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഇന്ത്യയിൽ നിലവിലിരിക്കുന്ന നിയമമനുസരിച്ച് ക്രിമിനൽ കുറ്റവാളികളായി അവരെ കണ്ട് അവരെ ശിക്ഷിച്ച് തുറുങ്കിലടച്ചെങ്കിൽ മാത്രമേ ഇതിന് ഒരു പരിഹാരമുണ്ടാക്കാൻ ഒരളവ് വരെയെങ്കിലും സാധിക്കുകയുള്ളൂ. അതിനെ പൊതുസമൂഹവും മാധ്യമങ്ങളും വളരെ സജീവമായി രംഗത്ത് വരണം, ജാഗ്രതയോടുകൂടി ഇടപെടണം. പോലീസ് സേന വളരെ ശുഷ്കാന്തിയോടുകൂടി ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി ഇത് തേച്ചു മായ്ച്ചു കളയാൻ യാതൊരു കാരണവശാലും അനുവദിക്കരുത് എന്നതാണ് പൊതുസമൂഹം വളരെ ദുഃഖത്തോടുകൂടി ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നത്.